എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നമ്മൾ 6ാം ക്ലാസ്സിലെ 7ാമത്തെ യൂണിറ്റായ ഭക്ഷണവും ഭൂഖണ്ഡങ്ങളിലൂടെ ഭൂഖണ്ഡങ്ങളിലൂടെ എന്ന ചാപ്റ്ററിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണിത്. അപ്പോൾ ആമസോൺ തടത്തിൽ നിന്ന് ആമസോൺ മഴക്കാടുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഭൂമിയുടെ ശ്വാസകോശം എന്ന് ഇവയെ വിശേഷിപ്പിക്കാറുണ്ട്. ലോകത്ത് മറ്റെവിടെയും ഇല്ലാത്ത അനേകം സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമായ ആമസോൺ മഴക്കാടുകൾ തെക്കേ അമേരിക്കയിലാണുള്ളത്. തെക്കേ അമേരിക്കയിലാണ് ആമസോൺ മഴക്കാടുകൾ കാണപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ പർവ്വതനിരയായ ആൻഡീസും ഏറ്റവും വലിയ നദിയായ ആമസോണും ഇവിടെയാണുള്ളത്. അതിവിശാല ഭൂപ്രദേശമായ ആമസോൺ നദീതടത്തിൻ്റെ ഭൂരിഭാഗവും മഴക്കാടുകളാണ്. ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമിയായ അറ്റക്കാമ തെക്കേ അമേരിക്കയുടെ മറ്റൊരു ഭൂപ്രകൃതി സവിശേഷതയാണ്. കാലാവസ്ഥ. ഭൂമധ്യരേഖ പ്രദേശമായതിനാൽ തെക്കേ അമേരിക്കയുടെ വടക്കു ഭാഗങ്ങളിൽ കൂടിയ ചൂടും സമൃദ്ധമായ മഴയും ലഭിക്കുന്നു. തെക്കേ അമേരിക്കയുടെ ഏറ്റവും തെക്ക് ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. സസ്യജന്തുജാലങ്ങൾ. ആമസോൺ മഴക്കാടുകൾ ഉൾപ്പെടുന്ന തെക്കേ അമേരിക്ക ജൈവ വൈവിധ്യ സമൃദ്ധമാണ്. ആമസോൺ വാട്ടർ ലില്ലി, അനാക്കോണ്ട മുതലായവയ്ക്ക് പ്രസിദ്ധമാണിവിടം. തെക്കേ അമേരിക്കയിലെ ആൻഡീസ് പർവ്വതനിരകൾ ആൻഡിയൻ ലൂപ്പിൻ എന്ന പുഷ്പച്ചെടിയുടെയും ലാമ പോലുള്ള സസ്തനികളുടെയും ആവാസ കേന്ദ്രമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖല തണ്ണീർത്തട പ്രദേശങ്ങളിലൊന്നാണ് തെക്കേ അമേരിക്കയിലെ പാൻറ്റനൽ. സസ്തനി വിഭാഗത്തിൽപ്പെട്ട കാപ്പിബാര ഈ മേഖലയിൽ കാണപ്പെടുന്നു. തെക്കേ അമേരിക്കയിലെ ചില സസ്യജന്തുജാലങ്ങൾ: ആൻഡിയൻ ലൂപ്പിൻ, ആമസോൺ വാട്ടർ ലില്ലി, ലാമ, കാപ്പിബാര തുടങ്ങിയവയാണ് തെക്കേ അമേരിക്കയിലെ സസ്യജന്തുജാലങ്ങൾ. ജനജീവിതം. തെക്കേ അമേരിക്കയിലെ ജനങ്ങളിലധികവും കൃഷി, മത്സ്യബന്ധനം, വ്യവസായം എന്നിവയിൽ ഏർപ്പെടുന്നവരാണ്. തദ്ദേശീയർ, യൂറോപ്യർ, ആഫ്രിക്കക്കാർ, ഏഷ്യക്കാർ എന്നിവരുടെ സാന്നിധ്യത്താൽ സാംസ്കാരിക വൈവിധ്യങ്ങൾക്ക് ശ്രദ്ധേയമാണ് ഈ ഭൂഖണ്ഡം. വെളുത്ത ഭൂഖണ്ഡം തേടി. വെളുത്ത ഭൂഖണ്ഡത്തിലെ മൈത്രിയുടെ ഭാരതിയുടെ 2 ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട്. വിവിധ പഠനങ്ങൾക്കായി ഇന്ത്യ സ്ഥാപിച്ചിട്ടുള്ള 2 ഗവേഷണ കേന്ദ്രങ്ങളാണ് മൈത്രിയും ഭാരതിയും. ഇത് വെളുത്ത ഭൂഖണ്ഡത്തിലാണ്. ഈ വൻകരയുടെ 98% അന്റാർട്ടിക് ഹിമപാളിയാണ്. ഭൂമിയിലെ ശുദ്ധജലത്തിൻ്റെ ഭൂരിഭാഗവും ഈ ഹിമപാളിയിൽ അടങ്ങിയിരിക്കുന്നു. പൂർണ്ണമായും ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. പൂർണ്ണമായും ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. ട്രാൻസ് അന്റാർട്ടിക് പർവ്വതനിരകളാണ് ഭൂഖണ്ഡത്തെ കിഴക്കൻ അന്റാർട്ടിക്ക എന്നും പടിഞ്ഞാറൻ അന്റാർട്ടിക്ക എന്നും വിഭജിക്കുന്നത്. തെക്കേ അമേരിക്കയ്ക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്ന അന്റാർട്ടിക്കയിലെ ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് അന്റാർട്ടിക് ഉപദ്വീപ്. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതം വിൻസെൻ്റ് മാസിഫാണ്. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതം വിൻസെൻ്റ് മാസിഫാണ്. ഈ ഭൂഖണ്ഡത്തിൽ നിരവധി അഗ്നിപർവ്വതങ്ങളും കാണപ്പെടുന്നു. കാലാവസ്ഥ. വർഷം മുഴുവനും മഞ്ഞുകൂടി കിടക്കുന്ന ശീതമരുഭൂമിയാണ് അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയുടെ സ്ഥാനം അതിൻ്റെ കാലാവസ്ഥയെ സവിശേഷമാക്കുന്നു. സസ്യജന്തുജാലങ്ങൾ. ഹിമപാളികളുടെ വിള്ളലുകളിൽ കാണപ്പെടുന്ന ചില പായൽ വർഗ സസ്യങ്ങളൊഴിച്ചാൽ അന്റാർട്ടിക്കയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും തരിശാണ്. ഈ ഭൂഖണ്ഡത്തിൻ്റെ പല തീരപ്രദേശങ്ങളും പെൻഗ്വിനുകളുടെയും സീലുകളുടെയും ആവാസ കേന്ദ്രങ്ങളാണ്. അന്റാർട്ടിക്കയിലെ പ്രധാന സസ്യജന്തുജാലങ്ങൾ: പായലുകൾ, പെൻഗ്വിൻ, സീലുകൾ. പെൻഗ്വിനൊക്കെ അന്റാർട്ടിക്കയിൽ കാണുന്ന ഒരു പക്ഷിയാണ്. ജനജീവിതം. മനുഷ്യവാസം തീരെയില്ലാത്ത ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. പാരിസ്ഥിതിക സവിശേഷതകളെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവരും സാഹസിക യാത്രികരും മാത്രമാണ് ഇവിടെ എത്തുന്നത്. പൗരാണിക സാഹസിക നാവികരുടെ നാട്ടിലേക്ക്. സാഹസികരായ നാവികരുടെ ചരിത്രപ്രസിദ്ധങ്ങളായ യാത്രകളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചത്. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് നടത്തിയ യാത്ര മുൻ ക്ലാസ്സിൽ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. സമുദ്രമാർഗം അദ്ദേഹം ഇന്ത്യയിലേക്ക് നടത്തിയ യാത്രകൾ ചരിത്ര പ്രാധാന്യമുള്ളവയാണ്.
ആൽപ്സ്, ബ്ലാക്ക് ഫോറസ്റ്റ്, കാർപാത്തിയൻ മുതലായ നിരവധി പർവ്വതനിരകൾ യൂറോപ്പിലുണ്ട്. ലോകത്തിലെ നീളമേറിയ നദികളിൽ ചിലതായ ഡാന്യൂബ്, വോൾഗ, റൈൻ മുതലായവ ഒഴുകുന്നത് ഈ ഭൂഖണ്ഡത്തിലൂടെയാണ്. യൂറോപ്പിൽ ഫലഭൂയിഷ്ഠമായ സമതലങ്ങളും പുൽമേടുകളുമുണ്ട്. കിഴക്കൻ യൂറോപ്പിലെ അതിവിശാലമായ പുൽമേടുകൾ സ്റ്റെപ്പി എന്നറിയപ്പെടുന്നു. യൂറോപ്പിൻ്റെ വടക്കൻ തീരങ്ങളുടെ ചില ഭാഗങ്ങൾ ഫിജോർഡുകൾ അഥവാ ഫിയോർഡുകൾ എന്നറിയപ്പെടുന്ന സവിശേഷ ഭൂപ്രകൃതിയാൽ സമ്പന്നമാണ്. ഫിജോർഡുകൾ അഥവാ ഫിയോർഡുകൾ സാധാരണയായി ഹിമാനികളുടെ പ്രവർത്തനത്താൽ രൂപം കൊള്ളുന്നതും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടതും കുത്തനെയുള്ള ചരിവുകൾക്കിടയിലുള്ളതോ ആയ ഇടുങ്ങിയ കടൽത്തീരങ്ങളാണ് ഫിയോർഡുകൾ. കാലാവസ്ഥ. യൂറോപ്പിൽ പൊതുവെ മിതമായ ചൂടും തണുപ്പുമുള്ള കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഈ വൻകരയുടെ വടക്കു ഭാഗങ്ങളിൽ ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ച സാധാരണമാണ്. സസ്യജന്തുജാലങ്ങൾ യൂറോപ്പിലെ ആൽപൈൻ പ്രദേശം പുൽമേടുകൾക്കും മെഡിറ്ററേനിയൻ മേഖല മുന്തിരിത്തോട്ടങ്ങൾക്കും പ്രസിദ്ധമാണ്. യൂറോപ്പിലെ ചില സസ്യജന്തുജാലങ്ങൾ നോക്കാം. കോർക്ക്, ഓക്ക് മരങ്ങൾ, ആൽപൈൻ, സ്റ്റെപ്പി, പുൽമേട്, ലിങ്ക്സ് തുടങ്ങിയവയാണ് സസ്യജന്തുജാലങ്ങൾ യൂറോപ്പിലെ. ജനജീവിതം. യൂറോപ്യർ പൊതുവെ ഉയർന്ന ജീവിത നിലവാരം പുലർത്തുന്നവരാണ്. സമ്പന്നമായ കലാ സാംസ്കാരിക പൈതൃകമുള്ള ഭൂഖണ്ഡമാണ് യൂറോപ്പ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളായ ഏഥൻസ്, റോം എന്നിവ യൂറോപ്പിലാണ്. പാരിസ്, ലണ്ടൻ, ബെർലിൻ തുടങ്ങിയ നഗരങ്ങൾ കല, ഫാഷൻ, സാങ്കേതികവിദ്യ എന്നിവയുടെ കേന്ദ്രങ്ങളാണ്. സഞ്ചി മൃഗങ്ങളുടെ നാട്ടിലേക്ക്. കങ്കാരുക്കളെ കാണപ്പെടുന്ന ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ. പൂർണ്ണമായും ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഓസ്ട്രേലിയ ഭൂഖണ്ഡത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഓസ്ട്രേലിയ ഏറ്റവും ചെറിയ ഭൂഖണ്ഡമാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ. പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭാഗമാണ്. ഓസ്ട്രേലിയയിലെ പ്രധാന പർവ്വതനിരയാണ് ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച്. ഗ്രേറ്റ് വിക്ടോറിയ ഇവിടത്തെ പ്രധാന മരുഭൂമികളിലൊന്നാണ്. ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്തു സ്ഥിതി ചെയ്യുന്ന ഗ്രേറ്റ് ബാരിയർ റീഫ് പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമാണ്. മുറൈ ഡാർലിംഗ് നദീതടം ഭൂഖണ്ഡത്തിലെ ഫലഭൂയിഷ്ഠമായ കാർഷിക മേഖലയാണ്. കാലാവസ്ഥ. ഓസ്ട്രേലിയയുടെ ഭൂരിഭാഗം പ്രദേശത്തും വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഭൂഖണ്ഡത്തിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് പോകുന്തോറും വരൾച്ചയുടെ തീവ്രത വർദ്ധിക്കുന്നു. സസ്യജന്തുജാലങ്ങൾ. ഓസ്ട്രേലിയയുടെ ഒറ്റപ്പെട്ട സ്ഥാനം സസ്യജന്തുജാലങ്ങളാൽ വ്യത്യസ്തമായ രീതിയിൽ പരിണമിക്കുന്നത് കാരണമായി. മാർസുപിയലുകളും മുട്ടയിടുന്ന സസ്തനികളും ഇതിന് ഉദാഹരണങ്ങളാണ്. ഓസ്ട്രേലിയയിലെ ചില സസ്യജന്തുജാലങ്ങൾ. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന പ്രധാന ജന്തുവിഭാഗമാണ് മാർസുപിയലുകൾ. ഉദരസഞ്ചികളിൽ കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കുന്ന കങ്കാരു, കോആല എന്നിവ മാർസുപിയലുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇവ കൂടാതെ മുട്ടയിടുന്ന സസ്തനികളായ പ്ലാറ്റിപ്പസും എക്ഡിനയും ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന മറ്റു ജീവികളാണ്. ഇവിടുത്തെ സസ്യജാലങ്ങളിൽ യൂക്കാലിപ്റ്റസ് മരങ്ങളും വാറ്റിൽ എന്നറിയപ്പെടുന്ന അക്കേഷ്യയും ഉൾപ്പെടുന്നു. പ്ലാറ്റിപ്പസ്, എക്ഡിന, കോആല, യൂക്കാലിപ്റ്റസ്, അക്കേഷ്യ തുടങ്ങിയവയുടെ ചിത്രങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ജനജീവിതം. ആധുനിക നഗരങ്ങളുടെയും പുരാതന സംസ്കാരങ്ങളുടെയും നാടാണ് ഓസ്ട്രേലിയ. ഇവിടുത്തെ തദ്ദേശീയരായ ഗോത്രവിഭാഗക്കാർ വളരെ പഴക്കമുള്ള സംസ്കാരത്തിനുടമകളാണ്. സിഡ്നി, മെൽബൺ, ബ്രിസ്ബേൻ തുടങ്ങിയ നഗരങ്ങൾ ഉയർന്ന ജീവിത നിലവാരത്തിനും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും പ്രസിദ്ധമാണ്. ഏതെങ്കിലും ഒരു തെക്കേ അമേരിക്കയിൽ മണൽക്കാടുകൾ സന്ദർശിക്കുമ്പോൾ, ഏഷ്യയിലെ പർവ്വതം കീഴടക്കുമ്പോൾ, അന്റാർട്ടിക്കയിൽ അതിശൈത്യം സധൈര്യം നേരിടുമോ കണ്ടെത്താനായി കാത്തിരിക്കുന്ന ഇനിമേറെ അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ ലോകം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.